പീക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ യെല്ലോ പിയോണി റിപ്പോർട്ട് ചെയ്ത സമയത്ത് എനിക്കതിൽ നിന്ന് ചെറിയ ചെറിയ ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. തീരെ കുഞ്ഞിതാണ്, ഓരോ വിരലിൻ്റെ നീളമൊക്കെ ഉള്ളൂ. അപ്പോൾ അത് വെറുതെ കളയാനായിട്ട് തോന്നിയില്ല. ഞാനത് സാധാരണ പ്ലാന്റ്സൊക്കെ വെക്കണ ചട്ടി ഉണ്ടല്ലോ, ഒരു 30 രൂപ 20 രൂപയൊക്കെ റേഞ്ചിൽ വരുന്ന ബ്ലാക്ക് കളറിലുള്ള അടിയിൽ ഹോളിട്ട് കൊടുക്കുന്ന ചട്ടി, അങ്ങനത്തെ ചട്ടികളിലാണ് പ്ലാന്റ് ചെയ്തത്. അത് ഞാൻ ആ ചട്ടിയിലേക്ക് നേരിട്ട് ചാണകപ്പൊടിയും മണ്ണൊന്നും ഇട്ടിട്ടല്ല കേട്ടോ ട്യൂബർ വെച്ചിട്ടുണ്ടായിരുന്നത്. ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ വെക്കണ ഹാങ് ചെയ്തിടുന്ന ചട്ടികളുണ്ടല്ലോ, അങ്ങനത്തെ ചട്ടിയിൽ വെച്ചതിന് ശേഷമാണ് ഇറക്കി വെച്ചത്. പക്ഷേ എനിക്ക് പൂവുണ്ടായപ്പോൾ വളരെ ചെറിയ മുട്ടാണ് ഉണ്ടായി കിട്ടിയത്. ഇതെൻ്റെ മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ യെല്ലോ പിയോണിയുടെ. അപ്പോൾ ഇത് നല്ല അത്യാവശ്യം വലുപ്പമുണ്ടായിരുന്നു. അതും വലിയ പാത്രത്തിലൊന്നല്ല, ഒരു ആവറേജ്. ഞാൻ ടെറസിൻ്റെ മുകളിലല്ലേ വെച്ചിട്ടുള്ളത്. അത് കാരണം എനിക്കത് വലിയ പാത്രങ്ങൾ വെക്കാനുള്ള സൗകര്യം കുറവാണ്. അത് കാരണം ഒരു ആവറേജ് ഒരു പാത്രത്തിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഇത്തിരി കൂടി വലുപ്പമുണ്ടായിരുന്നു. ഇത് തീരെ കുഞ്ഞിയ പാത്രത്തിലായ കാരണം എനിക്ക് തീരെ ചെറിയ മുട്ടാണ് കേട്ടോ ഉണ്ടായി കിട്ടിയിരിക്കണേ. താമര വെക്കാനായിട്ട് ആഗ്രഹമുണ്ട്, എന്നാൽ അതിനുള്ള സൗകര്യം ഇല്ല എന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ആ ചെറിയ ചട്ടികളിൽ ഇങ്ങനെ താമരകൾ വെക്കുക എന്നുള്ളത്. ചെറിയ ചട്ടികളിൽ വെച്ചു എന്ന് വെച്ചിട്ട് അതിൽ മുട്ടുണ്ടാവാതിരിക്കൊന്നുമില്ല. ഞാൻ വെച്ച പോട്ടിൽ എനിക്ക് 2 മുട്ട ഉണ്ടായിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ട തന്നെയാണ് കേട്ടോ. പക്ഷെ അതിനൊരു ഇത്തിരി വലിപ്പക്കുറവുണ്ടെന്നേ ഉള്ളൂ. വെക്കുന്ന ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് മുട്ടിൻ്റെ വലിപ്പം ഉണ്ടാവുക, ഫ്ലവർ വലിപ്പം ഉണ്ടായി കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇത്തിരി വലിപ്പമുള്ള പാത്രത്തിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു എന്ന് മാത്രം. അപ്പോൾ ചാണകപ്പൊടി ഇട്ടതിന് ശേഷം ഞാൻ ബ്ലാക്ക് ചട്ടിയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഹാങ്ങിങ് പോട്ടാണ് ഇത്. ഇത് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഈ പോട്ടിലാണ് എനിക്ക് 2 മുട്ട ഉണ്ടായി കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഈ ചെറിയ പോട്ടിലത്തെ പ്ലാന്റ് ഞാനൊരു വലുപ്പമുള്ള പോട്ടിലേക്ക് മാറ്റാനാണ് പോണത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പുതിയ 2 ബഡ് വന്നിട്ടുണ്ട്. അതേപോലെ സ്റ്റാൻഡിങ് ലീവ്സ് നിൽക്കുന്നുണ്ട്. അതൊന്നും ഒടിയാണ്ട് നമ്മൾ പരമാവധി എടുക്കാൻ നോക്കണം. അതിനുശേഷം ഈ ചാണകപ്പൊടിയുടെ മുകളിലേക്കാണ് ആ പ്ലാന്റ് വെക്കാൻ പോകുന്നത്. ഇതിലേക്കുള്ള മണ്ണാണ് സാധാരണ ഗാർഡൻ സോയിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് ആ പോട്ടിൽ നിന്ന് അത് അടർത്തി എടുക്കുകയാണ് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കൈ പാത്രത്തിൻ്റെ അടിയിലും ഒരു കൈ മണ്ണിലും സ്റ്റാൻഡിങ് ലീഫ് ഒന്ന് ഒടിഞ്ഞു പോകാണ്ട് പതുക്കെ ഒന്ന് കമത്തിയെടുക്കുക വേണ്ടു കേട്ടോ. മണ്ണിനെ ചട്ടിയിൽ നിന്ന് അടർത്തിയെടുക്കാനായിട്ട് പതുക്കെ എല്ലാ സൈഡിൽ നിന്നും ചട്ടി പതുക്കെ പൊന്തിച്ചെടുത്താൽ മതിയാവും. ആ മണ്ണിൻ്റെ ഷേപ്പിൽ തന്നെ അതിൻ്റെ വേരൊക്കെ ഓടിയിട്ടുള്ള കാരണം നല്ല ഭംഗിയിൽ തന്നെ അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പ്ലാന്റിനെ നിവർത്തിയെടുക്കണം. അതിനായിട്ട് നമ്മൾ മുകളിൽ കൈ വെച്ചിട്ട് പതുക്കെ ഒന്ന് നിവർത്തിയെടുക്കുക വേണ്ടു. ഇനി ഇത് ഇങ്ങനെ തന്നെ ചാണകപ്പൊടിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്ലാന്റിനെ ചാണകപ്പൊടിയിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാൻഡിങ് ലീഫും അതേപോലെ തന്നെ മുട്ടുകളും ഒന്നും ഒരു കേടും പറ്റാണ്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഗ്രോത്ത് ടിപ്പാണ് കാണുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോണത് ഇതിൻ്റെ സൈഡിലൊക്കെ ഇനി മണ്ണിട്ട് കൊടുക്കണം. ധാരാളമൊന്നും വേണ്ട, ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ടുള്ള മണ്ണ് മാത്രമേ വേണ്ടൂ കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ഗാർഡൻ സോയിലാണ് ഇതിലേക്ക് ചേർക്കാൻ പോണേ. യെല്ലോ പിയോണി ഇരുന്നിട്ടുണ്ടായിരുന്ന ആ ഹാങ്ങിങ് പോട്ടിൽ തന്നെയാണ് ഞാൻ മണ്ണെടുത്തിട്ടുള്ളത്. ഇനി അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളും ഇതേപോലെയൊക്കെ ചെയ്യണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് പരമാവധി ആ മണ്ണില്ലാത്ത സൈഡിലേക്ക് മാത്രം ഇട്ട് കൊടുക്കാൻ നോക്കിക്കോളൂ. ഞാനൊരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഈ വെയിറ്റുള്ള ചട്ടിയായ കാരണം എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പെട്ടെന്ന് പോവുകയാണ് ചെയ്തത്. അപ്പോൾ സെൻറ്ററിലേക്ക് ആ മണ്ണ് ഉണ്ടായിരുന്നിടത്തേക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സ്റ്റാൻഡിങ് ലീഫൊക്കെ ഒടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ ഒടിഞ്ഞൊന്നും പോയില്ല. ഇനി അത് നമ്മൾ സൈഡിലേക്കൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ മണ്ണ് വലിയ കനത്തിലൊന്നും ഇട്ട് കൊടുക്കണില്ല, വേറെ ഒന്നുമല്ല. എനിക്കത് ടെറസിൻ്റെ മുകളിൽ തന്നെ അത് ചെരിച്ചിനി ഡോർമൻസി ആവണ സമയത്ത് അത് ചെരിച്ചെടുക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരും, കൂടുതൽ മണ്ണായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനൊരു പകുതിയോളം മണ്ണാണ് ഇട്ടിട്ടുള്ളൂ. ടെറസിലല്ലാണ്ട് താഴെയൊക്കെ താമര വെച്ച് പിടിപ്പിക്കണവർക്ക് ഇത്തിരി മണ്ണും ചാണകപ്പൊടിയൊക്കെ ഇത്തിരി അളവ് കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ മണ്ണെല്ലാം ഇട്ടിട്ട് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക വേണ്ടു. പക്ഷേ എൻ്റെ കയ്യിൽ ഫോണും ഉള്ളത് കാരണം ഞാൻ വെള്ളം ഒഴിക്കണതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. ഞാനിപ്പോൾ അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഇത്തിരി അസോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ താമരയുടെ പ്ലാന്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താമരമുട്ടൊക്കെ ഇത്തിരി ചെരിഞ്ഞിട്ടൊക്കെയാണ് നിൽക്കണത്. അത് ആ പാത്രത്തിൽ നിന്ന് ഈ പാത്രത്തിലേക്ക് വെച്ചപ്പോഴുള്ള വ്യത്യാസമൊക്കെയാണ്. ഇനി ഒരു വടിയൊക്കെ വെച്ച് അത് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിവർന്ന് തന്നെ നിൽക്കും. ഒന്ന് ചാഞ്ഞിട്ടൊക്കെയാണ് കിടക്കണത്. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഈ കുഞ്ഞൻ താമര വിരിയും കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.